എ ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് വാഴ 2 സിനിമ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ 6 മണിയുടെ ഷോയ്ക്കാണ് കയറിയത്. ഇപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. എനിക്കൊന്നും പറയില്ല സിനിമയെ പറ്റി. മസ്റ്റ് വാച്ച്, എല്ലാവരും പോയി കാണണം. അടിപൊളി സിനിമയാണ്. എനിക്ക് അതിൻ്റെ ഒരു ഇതങ്ങോട്ട് തലമുണ്ടേന്ന് ഒന്നും പോകുന്നില്ല അങ്ങോട്ട്. ഇത്രയും സമയമായിട്ട് എനിക്ക് വല്ലാണ്ടങ്ങ് കണക്റ്റ് ആയിപ്പോയി പടം. ഓരോ സീക്വൻസും ഒരു സെക്കൻഡ് ഹാഫ് പോർഷൻ ഇല്ലാണ്ടാക്കി കളയാം. നമ്മൾ അത്രയും ഇമോഷണലി അത്രയും ഇതായിപ്പോവും. ഞാനൊക്കിരുന്ന് ചില സീനൊക്കെ മാക്സിമം നോക്കി കരയാണ്ടിരിക്കാണ്, പക്ഷേ കിട്ടൂല. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പോയി കണ്ടു നോക്ക്. നിങ്ങൾക്കൊരു ബ്രദറോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പടം എനിക്ക് വാഴ ഫസ്റ്റും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. വാഴ 2 അതിലും ഗംഭീരമായിട്ടുണ്ട്, ഒന്നും പറയില്ല. ശരിക്കും ഹാഷിറിനെ ആയാലും അവരെയൊക്കെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തേനൊരു നമ്മുടെയൊക്കെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളില്ലേ, അവർ സിനിമയിൽ കയറി അവരുടെ ആ ഒരു സക്സസ് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നത്. ഹാഷിറെ, അലൻ, വിനായക്, അജിൻ എല്ലാവരും അടിപൊളി പെർഫോമൻസ് ഒന്നും എനിക്കൊന്നും പറയില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി എന്ന് വെച്ചാൽ ചിരിച്ച് മണ്ണ് കപ്പുന്ന സാധനം. അതിനകത്ത് ഒരു 1-2 ഇതൊക്കെ ഉണ്ട്. മറ്റേ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ടൊരു സംഭവം ഉണ്ട്. അത് എൻ്റെ മോനത് കണ്ട് ചിരിച്ചെൻ്റെ ഊപ്പാട് അത്. അങ്ങനത്തെ കോമഡിയും സെക്കൻഡ് ഹാഫ് വന്നിട്ട് അത്രയും ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്നൊരു പടവും. ഒത്തിരി സംഭവങ്ങളുണ്ട് നമ്മുടെ ബോയ്സിൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ സിനിമയിൽ ഇങ്ങനെ കാണിച്ചു കൊണ്ടുപോകും. എ ടു സെഡ് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എൻഡ് വരെ നോ ലാഗ്, അത്രയും എൻഗേജിങ് ആണ് പടം. ഒറ്റ സെക്കൻഡ് പോലും ലാഗ് അടിക്കാണ്ട് ഇങ്ങനെ പോവും. ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സെവിൻസ, റൈറ്റർ വിപിൻ ദാസ്. ഒന്നും പറയില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ബിജിക്കുട്ടൻ ചേട്ടൻ്റെ പെർഫോമൻസ്. അത് ഒന്നും പറയില്ല, അടിപൊളി, ഒരു രക്ഷയില്ല. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും. പിന്നെ അൽഫോൺസ് പുത്രനുണ്ട് ഒരു സെക്കൻഡ് ഹാഫിൽ പോലീസിൻ്റെ റോളിൽ വന്നിട്ട്, അതും തകർത്തിട്ടുണ്ട്. ചില കത്തിക്കൽ സംഭവമൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ സിനിമയിലുണ്ട്. അതിങ്ങനെ കാണുമ്പോഴത്തേന് എനിക്ക് കാണുമ്പോഴും ആ ഒരു ചില ഡയലോഗ്സ് സംഭവമൊക്കെ കയറി കൊള്ളും. അത് ഇല്ല, അതെങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. ഒരു 20 to 26 വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്. നമ്മുടെ കരിയർ, നമ്മുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇരിക്കുന്ന എല്ലാം ഒരു 26, 27 വയസ്സിലൊക്കെയാണ്. ആ സമയത്ത് എന്തെങ്കിലും ഒരു റിമാർക്ക്, ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത് വന്നതാണ്. അത് മാറ്റാനോ മായ്ക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരു പേര് ദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകത്തില്ല ഗൈസ്. അത് ഞാൻ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അവിടെ നിങ്ങൾ നിരപരാധിയായിരിക്കാം, നിങ്ങൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കത്തില്ല. അങ്ങനൊരു സംഭവം. എല്ലാവർക്കും മോശക്കാരനാക്കി കാണാൻ മാത്രമേ ആഗ്രഹം കാണത്തുള്ളൂ സമൂഹത്തിൽ. അവൻ നല്ലവനായിരിക്കും, അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കും എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ആരും കാണത്തില്ല. എല്ലാവരും കുറ്റപ്പെടുത്താൻ മാത്രമേ കാണത്തുള്ളൂ. ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നവരായിരിക്കും. ആരും നിങ്ങളെപ്പറ്റി ചിന്തിക്കാനോ നിങ്ങളെപ്പറ്റി നല്ലത് പറയാനോ ഒന്നും ആരും കാണത്തില്ല. കുഞ്ഞായിട്ടിരിക്കുമ്പോഴത്തേന് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം അതാ. കുഞ്ഞായിട്ടിരുന്നാൽ മതിയായിരുന്നു. പ്രശ്നമില്ല, ഹാപ്പിയാണ്, എപ്പോഴും കൂടെ നടക്കാം. എനിക്ക് ആ സിനിമ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ എനിക്കതാണ് മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് തൊട്ടേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. ഇങ്ങനെ ചില സീനും കുറേ കാര്യങ്ങൾ നമ്മൾ റിലേറ്റ് ചെയ്യുമല്ലോ. കുഞ്ഞിലെ നമ്മൾ കിടന്ന് അടി കൂടുന്നതും കട്ടിലിൽ കിടന്ന് അടി കൂടുന്നതും എന്തൊക്കെയുണ്ട് ലൈഫിൽ. ബ്രദർ ഉള്ളവർക്ക് അത് ശരിക്കും കണക്റ്റ് ആവത്തുള്ളൂ. കുഞ്ഞിലെ നമ്മൾ വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, അതവിടെ കഴിയും, അത് പ്രശ്നങ്ങൾ അവിടെ തീരും. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അത് ഇപ്പോഴായാലും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അതപ്പം തന്നെ തീർക്കുക. അത് വലിയ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകാണ്ട് ഫസ്റ്റിലെ തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സംഭവങ്ങൾ പറഞ്ഞു തീർക്കണം. ചില സംഭവങ്ങൾ പറഞ്ഞു തീരത്തില്ല, പിന്നീട് ഒരിക്കലും തീരാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിലൊരു ബിജിക്കുട്ടൻ ചേട്ടൻ്റെ ക്യാരക്ടറിലൊരു സംഭവം കാണിക്കുന്നുണ്ട്. പുള്ളിയും പുള്ളിയുടെ ബ്രദറുമായിട്ടുള്ളൊരു സംഭവം വല്ലാണ്ടങ്ങ് വിഷമായിപ്പോയി.
ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സംഭവം അത് ഫേസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ സിനിമ കാണുന്നതിന് മുമ്പേ ഞാൻ ഒരു സംഭവം റിയൽ ലൈഫിൽ കണ്ടു. അപ്പോൾ അതെനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വിഷമായിപ്പോയി. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ബോയ്സിൻ്റെ ലൈഫൊക്കെ ജീവിച്ചു തീർക്കാൻ ഭയങ്കര പാടാണ് guys ശരിക്കും. ഇപ്പോൾ എല്ലാവരും പറയും ഗേൾസിൻ്റെ ലൈഫോ ഓക്കെ അതും പാടാണ്, പക്ഷേ ശരിക്കും ഒന്ന് മനസ്സുരുകി ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ തന്നെ പറയും നീ ഒരു കാങ്കൊച്ചല്ലിട, നീ എന്തിനാ കരയുന്ന ഇങ്ങനെ കിടന്ന്. ഇപ്പം നമ്മൾ ചിരിച്ച് കളിച്ച് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ നടക്കും. ശരിക്കുള്ള നമ്മൾ റൂമിൽ കയറി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേന് വരും guys തലയിൽ. അപ്പം അതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റിയിട്ടൊക്കെ പറയുള്ളൂ. സിനിമയാണോ ഞാൻ എന്ത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അത്രേ പറയാനൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും സിനിമ പോയി കണ്ടു വെക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി സിനിമയാണ്. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക guys. അത്രേ ഉള്ളൂ.